ചേലക്കര ഏലപ്പാറയിൽ യുവാവിന്റെ കൊലപാതകത്തിൽ പ്രതിയുമായി പീരുമേട് പോലീസ് തെളിവെടുപ്പ് നടത്തി. ബംഗാൾ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലയാണ് കേസിലെ പ്രതി. ഇന്നലെയാണ് ഏലപ്പാറ ലോഡ്ജിൽ കോതമംഗലം സ്വദേശി മനു കൊല്ലപ്പെട്ടത്. രാഹുൽ വിജയൻ ഇടുക്കിയും ചെയ്തു. രാഹുൽ, ഒരുമിച്ച് പ്രവർത്തിച്ച സഹപ്രവർത്തകരായിരുന്നു, ഒരുമിച്ചായിരുന്നു താമസം. എന്തിനായിരുന്നു ഈ ക്രൂരകൃത്യം? എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? സുഹൈലെ, മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പ്രതിയായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡല പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ കൃത്യം നടത്തിയതിനു ശേഷം പ്രതി ഏലപ്പാറയിൽ നിന്ന് പുലർച്ചയോടുകൂടി ബസ് കയറി കോട്ടയത്തേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് ട്രെയിൻ മാർഗം വെസ്റ്റ് ബംഗാളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇതിനിടെ പീരുമേട് പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഇയാൾ കോട്ടയത്തേക്ക് കടന്നതായും കോട്ടയത്തിന്റെ പരിസര പ്രദേശങ്ങളിലുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇയാളെ പിടികൂടി പീരുമേട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ എന്തായാലും സംഭവ സ്ഥലത്ത് എത്തിച്ച് ഏലപ്പാറയിലെ ലോഡ്ജിൽ എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഈ കോതമംഗലം സ്വദേശിയായിട്ടുള്ള കൊല്ലപ്പെട്ട മനുവിനെയും കത്രിക കൊണ്ട് പുറത്ത് നിരവധി തവണ കൊത്തുകയും പിന്നീട് നിലത്ത് വീണ മനുവിന്റെ മുഖത്ത് ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. ആ മുഖത്തേറ്റ ചവിട്ടോടുകൂടിയായിരിക്കാം മരണം സംഭവിച്ചിരിക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രാഥമിക വിവരം പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞ പോലീസിന് വലിയ ആശ്വാസമായ കാര്യം തന്നെയാണ്. എന്തായാലും ഒത്തൊരുമിച്ച് ജോലി ചെയ്ത സഹപ്രവർത്തകരാണ്, ഒന്നിച്ചാണ് താമസം. പക്ഷേ ഈ ബന്ധമൊക്കെ ഇത്തിരി മദ്യം അതകത്ത് കയറിയപ്പോൾ, കിക്ക് കയറിയപ്പോൾ മറന്നു. പിറകിൽ നിന്ന് കത്രിക കൊണ്ട് കുത്തി വീഴ്ത്തിയ ശേഷം മുഖത്ത് ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സ്വന്തം സഹപ്രവർത്തകനെ, ചെങ്ങാതിയെ, സുഹൃത്തിനെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.